പ്രിയങ്കരനായ BSP സെക്രട്ടറി ശ്രീ സുരേഷ് മാനെ, ശ്രീ രമേശ് നന്ദ, നാസർ സാഹിബ്, സാഹിബ്, വേദിയിലുള്ള മറ്റു വിശ്വാസികൾ, ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് ഞാൻ ചെല്ലുന്നത്. എന്താണ് വിഷയം എന്ന് അറിയാം. പിന്നെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് BSP പറ്റി നല്ലോണം അറിയാം. കാരണം ആദ്യമായിട്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് സൺഡേയിൽ ഒരു ലേഖനം വന്നു. സൺഡേ മാസിക എന്നില്ല. അന്ന് BSP ഉത്തർപ്രദേശിൽ ഫോം ചെയ്തത് സൺഡേയിൽ ഒരു ലേഖനമാണ്. ഒരു ആർക്കും അറിയില്ല കാശറാമ്. മായാവതിയെ ലേഖനത്തിലില്ല, കാശറാം മാത്രം. D4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന, അതൊരു കൂട്ടായ്മയാണ്. എന്താ പറയാ, നമ്മുടെ DS4. ആ സംഘടനയിൽ നിന്നൊരു രാഷ്ട്രീയ പാർട്ടി വരുന്നു. അന്ന് സൺഡേ പറഞ്ഞു, ഇത് ഉത്തർപ്രദേശിൽ മാത്രമല്ല കോലകം സൃഷ്ടിക്കാൻ പോകുന്നത്, ഇത് ഇന്ത്യയിൽ മുഴുവൻ കോലകം. സൺഡേ ഞാൻ പലപ്പോഴും പറയുമ്പോ ഞാനായിട്ട് സംസാരിക്കുന്നു. ഞാൻ നല്ലൊരു രാഷ്ട്രീയ നിരീക്ഷണമാണ്. അപ്പൊ പലപ്പോഴും സംസാരിക്കുമ്പോ माने साहब इन लोगों को गलतफहमी है कि मैं आपके साथ हूँ या नासर भाई साहब के साथ हूँ या वाब साहब के साथ. मैं किसी के साथ नहीं हूँ, मैं सिर्फ दलित लोगों के साथ हूँ. आप समझे ना? सो അന്ന് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇവിടെ BSP എന്ന് പറഞ്ഞ പാർട്ടി വരുന്നുണ്ട്. ആ പാർട്ടി ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രം മാറ്റിമറിക്കും. അപ്പൊ ഞാനത് വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ലൊരു ഐഡിയ ആണ്, പക്ഷെ നടത്താമെന്നില്ല. കാരണം അന്ന് കോൺഗ്രസ്സുകാരുടെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന SC/ST OBC വേണമെന്ന് ചൗധരി ചരൺ സിംഗിന്റെ കൂടെ അദ്ദേഹം അജ്ഗർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി. ആഹിർ ജാട്ട് ഗുജർ രാജ്പൂത് മലമ്പാമ്പ് എന്ന് പറഞ്ഞ ആ മലമ്പാമ്പ് കോൺഗ്രസ് വിഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള മലമ്പാമ്പാണ്. അപ്പൊ കോൺഗ്രസിന്റെ ഒരു ഏരിയയായിട്ടാണ് അത് ചരൺ സിംഗ് കണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇതിനെന്താണ് പ്രസക്തി? മാത്രമല്ല കേരളത്തിലെ ദളിതുകളാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കൂടാരത്തിൽ ചോപ്പ് ഇതിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ്. 14 सीटाണ് എന്റെ ഓർമ്മ ശരിയാണ്. 16 सीट जो यहाँ SC/ST का है, 14 कम्युनिस्ट पार्टी के हाथ में. 14 सीट कम्युनिस्ट पार्टी. Correct है? Yes. That is not because the communist party is efficient. It is because the Congress is inefficient. കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിൽക്കും വർഷത്തിൽ കാരണം ഗതി കെട്ടുകൊണ്ട് ദളിതുകൾ CPM വോട്ട് ചെയ്യുന്ന എനിക്ക് പറയാൻ പറ്റും. നാസറിന്റെ ഇസ്ലാമിന് വിരോധമൊന്നുമില്ല, അതേ ലീഗാര് വലിയാണ്, കുഴപ്പമില്ല. നമുക്ക് UC രാമനും ദളിത് ലീഗ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് തൊട്ട് BSPയുടെ പോക്ക് ഞാൻ നിരീക്ഷിച്ചു. കാരണം ഞാൻ ആലോചിച്ചപ്പോ അതിന് നല്ലൊരു സ്കോപ്പ് ഉണ്ട് അന്ന്. കാരണം കോൺഗ്രസ് ഉപയോഗിക്കുന്ന തന്ത്രത്തിന്റെ പേരാണ് ബാമാണ് കോൺഗ്രസ് വോട്ട് ബാങ്ക്. ബ്രാഹ്മിൻ, ഹരിജൻ, ആദിവാസി, മുസ്ലിം. ആ വോട്ടിന്റെ എമൗണ്ടിലാണ് ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും രാജീവ് ഗാന്ധിയും ഒക്കെ ജയിച്ചു. പക്ഷെ ആ വോട്ട് ബാങ്കിനോട് ഒരു നീതിയും कोई इंसाफी नहीं हुआ है, ना इंसाफी हुआ है. Injustice to that vote bank, but justice only for the Brahmin. ബ്രാഹ്മണർക്ക് മാത്രം ഗുണം കിട്ടിക്കൊണ്ട് ഉത്തർപ്രദേശിലും ബീഹാറിലെയും ആന്ധ്രാപ്രദേശ്, ഒരു ഉദാഹരണം പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ് മാത്രം എടുത്താൽ നീലം സഞ്ജീവ റെഡ്ഡി, മാരെ ചെന്നാറെഡ്ഡി, കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി, YS രാജശേഖർ റെഡ്ഡി, N കിരൺ കുമാർ റെഡ്ഡി, ഭവനം വെങ്കട്ടറാം റെഡ്ഡി, കോട്ട വിജയഭാസ്കർ റെഡ്ഡി, ഇന്നത്തെ ബാക്കിയായില്ല നമ്മളൊക്കെ. അതിനിടയിൽ ഒരു പാവപ്പെട്ട സഞ്ജീവയ്യ. കുറച്ചു കാലം, ഒരു കൊല്ലം മാത്രം. സ്വാതന്ത്ര്യത്തിന് 70 കൊല്ലം എടുക്കും. കഴിഞ്ഞിട്ട് 70 കൊല്ലം എടുക്കുമ്പോൾ 1 year only given to the Dalit, no chance for the Muslim. ബാക്കി എല്ലാവരും ഫോർവേഡ് കാസ്റ്റ് എല്ലാം ഫോർവേഡ് കാസ്റ്റ്. അപ്പോ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാം കുറച്ച് കഴിഞ്ഞപ്പോ BSPയുടെയും ഒരളവോളം RJDയുടെയും SPയുടെയും DMKയുടെ ഒക്കെ പ്രചരണത്തിന്റെ ഭാഗമായി, പിന്നോക്ക പാർട്ടികളുടെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കോൺഗ്രസ് DMKയുടെ മുന്നിൽ നാമാവശേഷം, ഞാൻ കരുണാനിധിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നേരാം. ഒരിക്കൽ പ്രശ്നം ഉണ്ടായി DMKയും അങ്ങനെ കോൺഗ്രസിനോട് തമ്മിൽ. അപ്പൊ അന്ന് കരുണാനിധി പറഞ്ഞു, DMK ആയാലും വേണ്ടില്ല, അണ്ണാ DMK ആയാലും വേണ്ടില്ല, MDMK ആയാലും വേണ്ടില്ല, ഓൺലി എ ദ്രവിഡിയൻ പാർട്ടി വിൽ റൂൾ തമിഴ്നാട്. അതായത് ദ്രവിഡിയൻ എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചാൽ പിന്നോക്ക സമുദായം, നമ്മുടെ മഹാബലി ഞാൻ പറഞ്ഞ കഥയാണ്. ആരാണ് മഹാബലി? അദ്ദേഹം ഒരു പിന്നോക്ക ജാതിയിൽപ്പെട്ട അസുരനാണ്.
നമ്മുടെ ആൾക്കാർ ചില കാര്യങ്ങൾ മനസ്സിലായില്ല. ഞാൻ പറയുന്ന അർത്ഥം ഞാനും മഹിഷാസുരനും കീചകനും രാവണനും മഹാബലിയും അസുരന്മാർ അത് പറയാനുള്ള തന്റെ ഇടം വേണം. പക്ഷേ വെറുതെ പറയാ ഞങ്ങളൊക്കെ പഴയ ബ്രാഹ്മണനാണ്, നമ്മൾ സൂര്യൻ കത്തോലിക്കരെ നമ്മൾ ബ്രാഹ്മണനാണെന്ന് അടിച്ചുവിടുകയാണ്. എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ചില ആൾക്കാർക്ക് അറബികളാണെന്നത് തോന്നുന്നത്. അറബി കുപ്പായൊക്കെ ധരിച്ചെടുക്കാം. കുപ്പായം കണ്ടില്ലേ സന്തോഷം. നമ്മുടെ വെല്ലിമാടൊക്കെ കുപ്പായം ഒറിജിനൽ മാപ്പിള കുപ്പായം. അതിന് പകരം ഇതുപോലെ അറബികൾ ഒരു കുറുക്കാക്കിട്ട് കപ്പാക്കിട്ട് വന്നിട്ട് പറയാം നമ്മള് ലോക്കലാന്ന് പറഞ്ഞാൽ ശരിയാവും. അപ്പൊ പിന്നെ BJP ചാൻസായില്ലേ? BJP പറഞ്ഞാൽ വിദേശിയാണ്. നമ്മുടെ പെരുമാറ്റം നമ്മുടെ ഭക്ഷണമൊക്കെ വിദേശം. നമ്മൾ കുട്ടടിച്ചാൽ പോലെ ഭക്ഷണം കുട്ടണം. എത്ര ഷർമ്മ അടിക്കാൻ പറ്റും? നമ്മൾ കുട്ടടിക്കണം, മുണ്ടെടുക്കണം, ലുങ്കി എടുക്കണം. ഈറ്റക്സ് ലുങ്കി പറഞ്ഞില്ലേ, ലുങ്കി എടുത്ത് വാങ്ങും. അപ്പോഴാ ദ്രാവിഡ നമ്മൾ ഭക്ഷണം കൊണ്ടും നമ്മുടെ ഇതുകൊണ്ട് രീതികൾ കൊണ്ടൊക്കെ പിന്നോക്ക സമുദായങ്ങളോട് ഐക്യദാർഢ്യം നൽകി. Our dress should be that of the backward classes. That is the fact. രമേശ് സാഹിബ് കൊണ്ടുകൊടുത്തോളം രക്ഷപ്പെട്ടു. ഞാൻ ബാങ്കിൽ കിട്ടുമല്ലോ, ഞാൻ സാഹിബാണ്. അപ്പൊ എനിക്ക് ചില എക്സംഷൻസ് ഒക്കെ അപ്പൊ അല്ല പറഞ്ഞിരുന്നത് അങ്ങനെ ബ്രാഹ്മണ ഹരിജൻ വോട്ട് ബാങ്ക്, കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ഈ പാർട്ടികൾക്ക് തകർക്കാൻ പറ്റി എന്നുള്ളത് ഒരു ചരിത്ര സംഭവം. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം പ്രോ ലിബറലൈസേഷൻ പോളിസി പറയാനുള്ള എളുപ്പമാണ്. പ്രോ ലിബറലൈസേഷൻ എവിടെ എത്തി? ആന്ധ്രാപ്രദേശിൽ തോറ്റ് തരിപ്പണായി പോയി. അടുത്ത പ്രോ ലിബറലൈസേഷൻ അടുത്ത ഇലക്ഷനിൽ കാണുന്നത് സംഭവിക്കാൻ നമ്മൾ ആര് ജയിക്കുക, BSP ജയിക്കാതിരിക്കുക, അത് നമുക്കറിയേണ്ട ആവശ്യമില്ല. ഇവരുടെ കാര്യം പോകണം, ഒരു ആവശ്യമില്ല. കാരണം ഇവർ സാംസ്കാരിക അധിനിവേശം അനുവദിക്കുന്നവരാ. ഫേസ്ബുക്ക്, ഇന്റർനെറ്റ് പോർണോഗ്രഫി ഇതൊക്കെ അനുവദിക്കല്ലേ? ഇവിടെ ഓരോ സംസ്കാരങ്ങൾ തകരല്ലേ? ഭാരതീയ സംസ്കാരം തകർന്നു, കൂട്ടത്തിൽ ഉപസംസ്കാരമായിട്ട് മാപ്പിള സംസ്കാരം തകർന്നു. നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നു. ദളിത് സംസ്കാരം തകർന്നു. ഇവിടെ ദളിത് സംസ്കാരം ഇല്ലേ? ഉണ്ടല്ലോ. ഞാൻ PT രാജശേഖരന്റെയും കാഞ്ചി ഇല്ലയുടെയും പെരിയാർ പുസ്തകങ്ങൾ വായിക്കുന്നതാ. മഹാത്മാ എന്ന് ഞാൻ അംഗീകരിക്കുന്നത് ജ്യോതിബ ഫുലെയാണ്. നമ്പർ 1 മഹാത്മാ ജ്യോതിബ ഫുലെ. മഹാത്മാ ഗോപാലകൃഷ്ണ ഗോഖലെ നൽകിയ പട്ടമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് മഹാത്മാ. നമ്പർ 2 അങ്ങനെയാണ് ഞാൻ കാണുന്നത്. 2 മഹാത്മാക്കൾ. ഒന്ന് മഹാത്മാ ജ്യോതിബ ഫുലെ, ഒന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മഹാത്മാ ഗാന്ധി 2 നമ്മൾ അംഗീകരിക്കുന്നു. മറ്റേ മഹാത്മാനെ ഞാൻ കണ്ടില്ല എന്നാണ്. ആദ്യത്തെ മഹാത്മാ ജ്യോതിബ ഫുലെ. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് വടക്കേ ഇന്ത്യയിൽ സംവരണം വന്നത്, കോൽഹാപൂർ. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് BR അംബേദ്കർ ലണ്ടനിൽ മഹാരാജാവ് സഹായത്തിൽ ലണ്ടനിൽ പോയി. അതുകൊണ്ടാണ് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവായത്. BR അംബേദ്കർ അവിടെ ഒരാളിരുന്നതുകൊണ്ട് അദ്ദേഹം പൂനാ ഉടമ്പടി, ഞാൻ പൂനാ ഉടമ്പടിക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ആളല്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ദളിതരെ തെരഞ്ഞെടുക്കണം, അല്ല സവർണ ദളിതരെ തെരഞ്ഞെടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഉള്ളത്. Actually, it should be other way around. It should be proportionate to the population. For example, Uttar Pradesh, 20% Dalits uണ്ടെങ്കിൽ 28, 15 or 16 seats should be reserved for the Dalit community. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എവിടെ നിന്നാണോ. അതായത് the voting pattern should be that only the Dalits should vote for it. The Dalits should vote. Here it is the borrowed caste which are voting for it. You agree to that, Manasa? So, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു സ്പേസ് ഉണ്ട്. BSP എന്ന് പറയുമ്പോൾ ഞാൻ BSP മാതിരിയുള്ള എല്ലാ പാർട്ടികളും സ്വത്വരാഷ്ട്രത്തിന്റെ വക്താക്കൾ, ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ വക്താക്കൾ. കാരണം മുസ്ലിം ജനത ഇപ്പോ 60 വർഷങ്ങൾക്ക് ശേഷം ഉണർന്നു കൊടുത്തു. അവർ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൽ ഇടപെടുന്നുണ്ട്. കിതാബ് മാത്രം ഓതലല്ല, അത്യാവശ്യം രാഷ്ട്രീയ കിതാബുകളും വായിക്കാൻ തുടങ്ങി. കിതാബ് വായിക്കാൻ തുടങ്ങി. നാസർ ബേസി സാഹിബിന് 2 കിതാബ് പറയാം. ഞാൻ എനിക്കും 2 കിതാബ് പറയാം, രാഷ്ട്രീയ കിതാബ് വായിക്കും. അതിനനുസരിച്ചിട്ട് AUDF 18 MLA ആ സമയത്ത്. അഖിലേഷ് പ്രസാദ് സിംഗ് യാദവിന്റെ മിനിസ്ട്രിയിൽ 40-ൽ 10 മന്ത്രിമാർ, 40-ൽ 10, 25%. മുസ്ലിം പോപ്പുലേഷൻ 18% in Uttar Pradesh, but ministers 25%. That is empowerment. BSP മന്ത്രിസഭയിൽ അങ്ങനെ തന്നെ. ആദ്യകാലത്ത് ഈ എംപവർമെന്റ് പൊളിറ്റിക്സിൽ there will be some problems ഉണ്ട്. എന്നാൽ എംപവർമെന്റ് ഒന്നും, അതായത് ഔദാര്യം വേണ്ട, അവകാശമാണ്.
അപ്പോൾ മുസ്ലിം പൊളിറ്റിക്സ് ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ പാരലായിട്ട് തന്നെ ദളിത് പൊളിറ്റിക്സും വരെയാണ്. പണ്ടെന്താ ചെയ്യാന്ന് വെച്ചാൽ ദ ഷോ ബോയ്സ് ഓഫ് ദ കോൺഗ്രസ്, ജഗ്ജീവൻ റാം, സുശീൽ കുമാർ ഷിൻഡെ, മീറ കുമാർ, ജഗന്നാഥ പഹാഡിയ രാജസ്ഥാൻ ചീഫ് മിനിസ്റ്റർ, എല്ലാത്തിനും വെറുതെ എത്തും. ഭോല പാസ്വാൻ ശാസ്ത്രി ബീഹാർ 6 മാസം, ജഗന്നാഥ് പഹാഡിയ രാജസ്ഥാൻ 2 കൊല്ലം, ഡി സഞ്ജീവയ്യ ആന്ധ്രാപ്രദേശ് 1 കൊല്ലം. ഒറ്റയടിക്കലാണ്. കാരണം they are just thrown out at the whims and fancies of the Congress high-command. ഞാൻ കോൺഗ്രസിനെ പറഞ്ഞ മറ്റുള്ള പാർട്ടികളും ഇത് തന്നെയാണ്. പിന്നെ ഞാൻ ഒരു പാർട്ടി എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഓർഡർ കാര്യങ്ങൾ വരുള്ളൂ. അല്ലെ എല്ലാ പാർട്ടിയും ചിന്തിച്ചു വരെ പറഞ്ഞാൽ സ്പീച്ചിൽ ശരിയാണ്. പക്ഷേ ഇന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അഖിലേഷ് സിംഗ് യാദവിന്റെ മന്ത്രിസഭ പോപ്പുലർ അല്ലാതെ പോയാൽ, if it becomes unpopular within the 1.5 years, there is a possibility that Mananiya Kashi Ram's party, BSP, will gain up to 50 seats in a split Lok Sabha, and then the gun will be in the hands of Mayawati, who already has got possibility. രാഷ്ട്രീയ നിരീക്ഷണമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഇമ്പോർട്ടൻസിലോട്ട് ഞാൻ കടക്കണമെന്ന് മനസ്സിലാക്കണം. പണ്ട് ഞാൻ പറഞ്ഞ ബാം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 50% കോൺഗ്രസ്. ഇന്ന് പാർട്ടികളെല്ലാം ഐഡന്റിറ്റി പൊളിറ്റിക്സ് വരുമ്പോൾ നമുക്കൊരു സ്റ്റേറ്റ് എടുക്കാം, ഉത്തർപ്രദേശ്. കാരണം മാനേജി ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പറയും ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് there is a wrong concept. All the Muslims are equal. No. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഹിന്ദു സമുദായത്തിൽ എത്ര ശതമാനം OBC-കളുണ്ട്, എത്ര ശതമാനം SC/ST-കളുണ്ട്, അത്ര തന്നെ മുസ്ലിമുണ്ട്. ഉറുദു സംസാരിക്കുന്നതും ഭരണത്തിലുണ്ടായിരുന്നവരും പേർഷ്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ സവർണരായിരുന്നു 44%. അതിന് ഹിന്ദു സവർണരെ എണ്ണം 56% OBC, 56% മുസ്ലിം OBC. അതിൽ അർസാലും അജിലഫും കൊടുത്തു. അങ്ങനെ വരുമ്പോ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇപ്പൊ തന്നെ ഓൾറെഡി വടക്കേ ഇന്ത്യയിൽ സംവരണത്തിന്റെ പേരിൽ ഹിന്ദു സമുദായത്തിൽ ഉണ്ടായിട്ടുള്ള തന്നെ സ്പ്ലിറ്റ് മുസ്ലിം സമുദായത്തിലുണ്ട്. പക്ഷെ കുഴപ്പമില്ല. കാരണം ഒരു വിഭാഗം BSP-യുടെ കൂടെ പോയാൽ മറ്റു വിഭാഗം SP-യുടെ കൂടെ. അപ്പൊ ഉത്തർപ്രദേശിലെ പൊളിറ്റിക്സ് നോക്കുമ്പോൾ BSP-ക്ക് 28% വോട്ട്, അല്ലെങ്കിൽ 30% വോട്ട്. മുലായം സിംഗിനും ഏകദേശം അത്ര തന്നെ 26-22 കുറയിലാണ്. ഓൾമോസ്റ്റ് ഈക്വൽ. ഭാരതീയ ജനതാ പാർട്ടി 18% വോട്ട്. അതേമാതിരി കോൺഗ്രസ് പാർട്ടി മേ ബി 10% വോട്ട്. ഈ സിറ്റുവേഷൻ ഇറ്റ് ഈസ് റെപ്ലിക്കേറ്റഡ് ഇൻ രാജസ്ഥാൻ, ഇൻ മധ്യപ്രദേശ്, ഇൻ മഹാരാഷ്ട്ര. ഇപ്പൊ മഹാരാഷ്ട്രയിലൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കൂ. എല്ലാവരും പട്ടേൽ ഫോർവേഡ് കാസ്റ്റ്, യശ്വന്ത് റാവു ചവാൻ, ശാലിനി തായ് പട്ടേൽ, വസന്ത് ദാദാ പട്ടേൽ, വസന്ത് റാവു നിലങ്കേക്കർ, അജിത് പവാർ, എല്ലാവരും വിലാസറാവു ദേശ്മുഖ്, എല്ലാപ്പോഴും ഒരു ചാൻസ്. അബ്ദുൾ റഹ്മാൻ അന്തുലെ ഒരു ചാൻസ്. അധികം കാരണമൊന്നുമില്ല. സിമന്റ് കുംഭകോണം കുടുക്കി മുമ്പ് പുറത്താക്കി. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ദളിത് പൊളിറ്റിക്സ് ആൻഡ് മുസ്ലിം പൊളിറ്റിക്സ് ആണ്. There are Dalits among the Muslims, even though we may not accept it from a religious basis. Politically, under commission has said that there are Dalit Muslims. Appa aadakku BSP-യുടെ പൊളിറ്റിക്സ് ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരിക്കൽ വിശ്വസിക്കാൻ പറ്റുമോ? Can we believe Banerjee, Uttar Pradesh, जहां कांग्रेस और बीजेपी का राज था 1990 तक, either Congress or BJP. Now it is split into 4, and the backward classes are dominating to such an extent कि हिम्मत नहीं है बीजेपी to oppose number 1 Mandal Commission, number 2 reservations, number 3 in government jobs, number 3 in private sector, number 4 in promotions. പ്രൊമോഷനുകൾ വരെ റിസർവേഷൻ എതിർക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറ്റുന്നില്ല. ഐഡിയോളജി ശരിയാണോ? RSS ഐഡിയോളജിയാണോ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കേരളത്തിലോട്ട് വരികയും എന്റെ